നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വ്യാപകമായ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. തിരുവനന്തപുരം കണിയാപുരത്ത് വാഹനങ്ങൾ തടഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കം പെരുവഴിയിലാണ്. NIT എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളാണ് റോഡിൽ കുടുങ്ങിയിരിക്കുന്നത്. കണിയാപുരത്ത് പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ സംഘർഷവും ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ എവിടെ പോവാണ്? നഗരൂര് എക്സാം VAT എക്സാമിന് 9 മണിക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. 9:30 മുതൽ 12 വരെ എക്സാം. ബ്ലോക്കിൽ കിടക്കുന്നു. 3/4 മണിക്കൂർ 1 മണിക്കൂറായി. ഞങ്ങൾ പൂജപ്പുര. ഇല്ല, അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇന്നലെ ന്യൂസിലൊക്കെ വന്നത് കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 6:30 ഇറങ്ങിയതാണ് പൂജപ്പുരയിൽ നിന്ന്. ഇപ്പോൾ 9 മണിയായിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. എക്സാമിന് വേണ്ടി വന്നതാണ്. രണ്ട് കുട്ടികളുണ്ട്, അനിയൻ്റെ മോനും എൻ്റെ മോനും. അവർ രണ്ടുപേരും എഴുതാൻ വേണ്ടി വന്നത്. ഇതിപ്പം 9 മണിക്ക്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു. അവിടെ ആ കോർഡിനേറ്റർ പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ ഇതുപോലുള്ള 9 മണി വരെയാണ്, 9 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മീഡിയ എന്നൊക്കെ ചെല്ലാമെന്നുണ്ടെങ്കിൽ പ്രഷർ ചെല്ലാമെന്നില്ല. കാരണം ഇപ്പോൾ ഓൾ കേരള ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് വല്ലാത്ത ഇതായി. കാരണം ഈ പ്രൈവറ്റ് വാഹനം തടയത്തില്ലെന്നുള്ളത്. അഷിൻ ഡിയാഗോ കണിയാപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഷിൻ, ഇപ്പോൾ മുഴുവൻ വാഹനങ്ങളും തടഞ്ഞിട്ടിരിക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളും പെടുകയാണല്ലോ. അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവരെയും കടത്തിവിടുന്നില്ല എന്നാണോ? അത് സംസാരിച്ചോ ഈ സമരക്കാരുമായി? സ്മൃതി, കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി നാഷണൽ ഹൈവേ 47 ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇവിടെ കണിയാപുരത്ത് വെച്ച്, പള്ളിപ്പുറത്ത് വെച്ച് സമര അനുകൂലികൾ രാവിലെ 7 മണി മുതൽ തന്നെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുമ്പോഴാണ് നിലവിൽ പോലീസുമായി സംസാരിച്ച ഇവരിപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടിരുന്ന വാഹനങ്ങൾ ഈ രണ്ട് പ്രദേശത്തും, അതായത് ആറ്റിങ്ങൽ ഭാഗത്ത് നിന്ന് പള്ളിപ്പുറത്തേക്കും കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് പള്ളിപ്പുറത്തേക്കും വരുന്ന 2 പാതയിലുമായി വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. യാത്രക്കാരടക്കം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ പലരും ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി എന്നുള്ളതാണ്. രാവിലെ 7 മണിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വന്ന കുട്ടികളാണ്. അതിൽ പലരും 10 മണിവരെ ഇപ്പോഴും ഈ ബ്ലോക്കിൽ കിടപ്പുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് ഈ വാഹനങ്ങൾ തടഞ്ഞിട്ടുള്ള പള്ളിപ്പുറം ഭാഗത്താണ്. ഇവിടെ നിന്നും കഴക്കൂട്ടം വരെ ഏതാണ്ട് വലിയ ഒരു പ്രതിസന്ധി, ഗുരുതരമായിട്ടുള്ള തന്നെ ഒരു പ്രതിസന്ധി നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും പല ചടങ്ങുകളിൽ പോകേണ്ട ആളുകളുണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ആളുകളുണ്ടായിരുന്നു. അത്യാവശ്യമായി ആശുപത്രിയിൽ പോകേണ്ട ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് വാഹനങ്ങൾ നിലവിൽ ഈ പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റിവെച്ചിരുന്നു. പക്ഷേ മാറ്റിവെക്കാത്ത പരീക്ഷകളുമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ വഴിയിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.